India's most selling SUV. It's one and only Hyundai Creta. So ഇന്നത്തെ എൻ്റെ കൂടെ ഉള്ളത് Hyundai Creta EX ഓപ്ഷൻ എന്നൊരു വേരിയൻ്റ് ആണ്. മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് കൂടിയാണ് ഈ ഒരു വേരിയൻറ്റ്. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം എന്തുകൊണ്ടാണ് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് വിളിക്കുന്നത്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 12,50,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. സോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഈ ഒരു പ്രൈസിന് ഈ ഒരു മോഡൽ വെറുത്താണോ എന്ന്. സോ വെൽക്കം ടു അവർ ചാനൽ. സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഈ ഒരു EX Creta എന്നൊരു വേരിയൻറ്റ്. സോ എല്ലാവർക്കും നമ്മൾ പുതിയ വിളിക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ Hyundai Creta EX ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ്. സോ നിങ്ങൾ ഈ വീഡിയോയിൽ എൻ്റെ ഒരു കണ്ട് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് പറയാം എന്തുകൊണ്ടാണ് ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് വെറുത്താണോ എന്ന് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെക്ക് ചെയ്യാം. സോ ഇതാണ് ഓവർ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഫുള്ളി മാറ്റ് ബ്ലാക്കിലാണ് ഇതിൻ്റെ ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹ്യുണ്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ നമ്മൾ ഒറ്റ നോട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആയ ഒരു DR യൂണിറ്റാണ് തോന്നിപ്പോകും. പക്ഷേ ഇത് ഇവിടെ ജസ്റ്റ് ക്രോം പ്ലേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഷോറൂമിൽ ആക്സസറീസ് ആയിട്ട് കണക്റ്റിംഗ് DR ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു DR യൂണിറ്റ് വരുന്നത്. 10 ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്ത് ഈ ഒരു താഴെ പോർഷനിലാണ്. സോ നേരെ താഴെ നമ്മൾ ഹെഡ്ലൈറ്റിൽ പോവുകയാണ്. ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ലാംപ്സ് ആണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡോൾട്ടൺ കളറിലുള്ളതുണ്ട്, ബമ്പേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന് ടോപ്പ് എൻ്റെ മോഡൽ പോകുന്ന സമയത്ത് നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ടും വരുന്ന ഒരു മോഡലും കൂടിയാണ് Hyundai Creta. ഈ ഒരു ഹുഡിലും നമുക്ക് ധാരാളം ക്യാരക്ടർ ലൈൻസും കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഒരുപാട് ക്യാരക്ടർ ലൈൻസ് ഉള്ള ഒരു മോഡലാണ് Hyundai Creta. സോ ഇത് നേരെ സൈഡ് പ്രൊഫൈലോട്ട് വരികയാണെങ്കിൽ സോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഒരു 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. 5 സ്പോക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ഒരു ഫെൻഡറിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വേരിയൻറ്റ് കൂടിയാണ് എക്സ്നോർ ഈ ഒരു വേരിയൻറ്റ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ശരിക്കും ഈ ഒരു പോർഷൻ Creta'യുടെ ഐഡൻറ്റിറ്റിയാണ്. ഒരു ഐക്കോണിക് ഡിസൈനിലാണ് ഈ ഒരു പോർഷൻസൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ട് 16 ഇഞ്ച് വീല്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ തരുന്നത്. സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഈ ഒരു ടെയിലാംസ്. ബേസ് മോഡിൽ മുതലേ പരസ്പരം കണക്റ്റഡ് ആയ ടെയിലാമ്പ് യൂണിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹ്യുണ്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. Creta എന്നൊരു ബാഡ്ജ് കാണാൻ സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലാമ്പ് സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഡോൾട്ടൺ ബമ്പറാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നുണ്ട്. സ്പെയർ വീൽ താഴെ കൊടുത്തിട്ട് ടൂൾ കിറ്റും താഴെ കാണാൻ സാധിക്കും. ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് പാർസൽ ട്രേ വരുന്നില്ല, അതും ആക്സറീസ് ആയിട്ട് ചെയ്യണം. 60 ഫ്ലോട്ടി സ്പ്ലിറ്റഡ് സീറ്റും കൂടിയാണ് ഇതിൽ സെക്കൻഡ് റോൾ വരുന്നത്. സോ മാനുവൽ ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ്, ഡിഫോക്കൽ ലെയിൻസ്, അതുപോലെ തന്നെ വൈപ്പേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലറും ഷാർഫിൻ ആൻറ്റിനി നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെക്കൻഡ് റോ ഒന്ന് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു സെക്കൻഡ് റോ വരുന്നത്. ഡോർ പാഡ് ബേസ് മോഡൽ മുതലേ പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലോക്കും അൺലോക്കും ഒരു ഡോൾട്ടൺ കളറിലാണ് ഒരു ഇൻറ്റീരിയർ തീം വന്നത്. സോ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പ്ലസ് പോയിൻ്റ് ഒക്കെ എടുത്ത് പറയാൻ സാധിക്കും. ആ ഒരു SUV ഇരിക്കുന്ന ഫീൽ നമുക്ക് എൻ്റയർലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സ്പേസോടെ. സോ ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സി പോർട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ട് അതിൽ നമുക്ക് ഫോണൊക്കെ ഉള്ള ഹോൾഡറും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കവേർഡ് കാണിക്കുന്നില്ല. സോ അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നതാണ്. സോ ഈ Creta'നെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു SUV ഒന്നാണ് ഒരു Creta. ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്ത്യൻ റോഡിൽ ഒരുപാട് കാണുന്ന ഒരു SUV ഒന്നാണ് Hyundai Creta. അത് ഒത്തിരിയും ഫാൻ ബേസുള്ള കാരണമാണ്, ഇത്രയും പോപ്പുലറായ കാരണമാണ് നമുക്ക് ഇത്രയും ഫാൻ ബേസ് നമുക്ക് ലഭിക്കുന്നത്. സോ ഇനി ഡ്രൈവിംഗ് ക്യാബിൻ കണ്ടിട്ട് വരാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡോർ പാഡ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കീ കണ്ടു നോക്കാം. ഇതാണ് കീ വന്നുള്ളത്. കീ മാനുവൽ കീ കൊടുത്തുള്ളത്. ഇതിന് നേരെ മേലത്തെ വേരിയൻറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ XX എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ പോവുകയാണെങ്കിൽ. സോ ഇതിൽ ലോക്കും അൺലോക്കും പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ നേരെ ഡോർ പാഡും ഡോൾട്ടൺ കളറുള്ള ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ലോക്കും അൺലോക്കും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും
കാണാൻ സാധിക്കും. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് ബോസിൻ്റെ സ്പീക്കേഴ്സ് വരുന്നതാണ്. നമുക്കൊരു വാട്ടർ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. മേലിൽ കൺട്രോളിങ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഒരുപാട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യുന്ന ബട്ടൺ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്, AC വെൻറ്റ്. അതുപോലെ ഈ ഒരു പോർഷൻ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ടോളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ മാഗ്നറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു പോർഷന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ഏതെങ്കിലും വെഹിക്കിളിൽ ഈ ഒരു ഫീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് നേരെ ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കാം. സോ ഗായ്സ്, ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നുള്ളത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും കൊടുത്തിട്ട് മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹെഡ് ലാമ്പ് കൺട്രോൾ, ഇൻഡിക്കേറ്റർ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നേരെ താഴെ ഹസാർഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റിൽ കാണാൻ സാധിക്കും. ക്ലൈമറ്റ് കൺട്രോൾ ഒന്നുമില്ല, മാനുവൽ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ബട്ടൺ ചാർജിങ് സോക്കറ്റ്, ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആണ്. ഈ ഒരു EX വേരിയൻ്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണത്. സോ നമുക്ക് ഗിയർ ബോക്സ് കാണാൻ സാധിക്കും. സ്പോർട്സ് മോഡ് നമുക്കിതിൽ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. മേലിൽ ഹാൻഡ് ബ്രേക്ക്, ആംബ്രസ്റ്റ്, അതിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. മാനുവൽ ഡിമ്മേൻ, റിവറും മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ്, പോക്കറ്റ് ഹോൾഡർ കാണാനായിട്ട് സാധിക്കും. പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംപ്സ് കാണാനായിട്ട് സാധിക്കും. അതൊരു പാനോറമിക് സൺ റൂഫും നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക 12.15 lakhs ഇത് വെർത്താണോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഈ ഒരു സൺ റൂഫും കൂടി വരുന്ന ഒരു സ്പെഷ്യൽ SUV ആണ് ഹ്യുണ്ടായി ക്രെറ്റ. സോ നമുക്ക് നേരെ ക്ലോസ് ചെയ്തേക്കാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. കൂടെ ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹിഡൻ ആയിട്ടാണ് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അതുപോലെ ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ഗ്ലോ ബോക്സും കൂടിയാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു ഇൻറ്റീരിയർ വരുന്നത്. സോ ഇനി ക്രെറ്റയുടെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും. ഇനി പെട്രോൾ എഞ്ചിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ എഞ്ചിനാണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നിട്ടുള്ളത്. അറൗണ്ട് 130 bhp പവറും 146 Nm ടോർക്കും ഒരു ഹ്യുണ്ടായി ക്രെറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്കൊരു ക്രെറ്റ അവൈലബിൾ ആണ്. ഫുള്ളി പാക്ഡ് ഒരു എഞ്ചിനും കൂടിയാണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു എൻജിൻ പേ വരുന്നത്. ഫൈനലി ഇതാണ് ഹ്യുണ്ടായി ക്രെറ്റ EX ഓപ്ഷൻ ഒരു വേരിയൻറ്റ്. ശരിക്കും ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഈ ഒരു പ്രൈസിന് ഈ ഒരു വെഹിക്കിൾ വെറുത്താണെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ കൂടുതൽ ഡീറ്റെയിൽസും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പോപ്പുലർ ഹ്യുണ്ടായി ബന്ധപ്പെടുക. പോപ്പുലർ ഹ്യുണ്ടായി വളാഞ്ചേരി ഡീലർഷിപ്പിനാണ് നമ്മൾക്ക് ഇന്നും ക്രെറ്റ വീഡിയോ ചെയ്യാൻ തന്നിട്ടുള്ളത്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം. സോ അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഓഫേഴ്സും അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഓഫേഴ്സ് എല്ലാവരും അറിയാം. സോ നെക്സ്റ്റ് വീഡിയോയുടെ ചെറിയ ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.